നമസ്കാരം. ഇപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ കാണുന്ന ഒരു നഴ്സറിയെ പരിചയപ്പെടുത്താനാണ് വന്നത്. അപ്പൊ നമ്മുടെ ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിയോട് കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് പത്നി. പത്നി എന്നാണ്. അപ്പൊ ചേച്ചിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ചേച്ചി എത്ര വർഷമായി ഇവിടെ? ഞാനിവിടെ 4-ാമത്തെ വർഷം 5-ാമത്തെ വർഷമാണ്. ഈ നഴ്സറി തുടങ്ങിയിട്ട് കുറെ 4 വർഷം ആയി തുടങ്ങിയിട്ടുണ്ട്. 5-ാമത്തെ വർഷം. അപ്പൊ നമുക്ക് ചെടികളൊക്കെ പരിചയപ്പെട്ടാലോ? അപ്പൊ ആദ്യം ഇവിടെ കുറച്ച് മാവ് ഇരിപ്പുണ്ട്. അപ്പൊ ചേച്ചി ഇത് എന്ത് മാവാണ്? ഇത് മല്ലിക. മല്ലിക ഇത് മല്ലിക എന്ന് പറയുന്ന മാവാണ് നമ്മുടെ നാട്ടിലുണ്ടാവുന്നതാണ്. നമ്മുടെ നാട്ടില്. അപ്പൊ ഇതിന്റെ ഒരു ഞാൻ മാങ്ങ കണ്ടിട്ടില്ല. നല്ല മധുരമുള്ള മാങ്ങയാണ്. നല്ല മധുരമുള്ള മാങ്ങ. എത്ര റേറ്റ് ചെയ്യുന്ന പറഞ്ഞ? ഇതിന് 350 വരുന്നുണ്ട്. ഈ ഒരു സൈസിന് 350 രൂപയാണ് റേറ്റ് വരുന്നത് മാവ്. വേറെ ബഡ് ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ വേറെ സൈസ് ഉണ്ടോ? ഇത് ഒറ്റ സൈസ്? ഒറ്റ സൈസുള്ളൂ. ഇതൊരൊറ്റ സൈസ് ഉള്ളു. ഈ ഇരിക്കണ ഒക്കെ മല്ലിക തന്നെയാണ്. ഇത് മല്ലികല്ല, ഇത് തായ്ലാന്റിലാണ്. ഓൾ സീസൺ തായ്ലാന്റ്. ഓൾ സീസൺ എല്ലാ ദിവസങ്ങളും ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും. എപ്പോഴും മാങ്ങ ഉണ്ടാവും. അതിന്റെ റേറ്റ് എത്രയാണ്? ഇതിന് 400 രൂപ വരുന്നുണ്ട്. 400 രൂപയാണ് റേറ്റ്. അപ്പൊ ഈ ഒരു സൈസിലുള്ള മാവുകളാണ് ഇവിടെ കൂടുതലുള്ളതല്ലേ? അതാണ് കൂടുതലുള്ളത്. ഓൾ സീസണിന്റെ കൂടുതലുണ്ട്. ഓൾ സീസണിന്റെയാണ് കൂടുതലുള്ളത്. പിന്നെ വേറെ റേറ്റ് ഉണ്ടോ? പിന്നെ കല്ലാപ്പാടി ഉണ്ട്. കാലാപ്പാടി. കാലാപ്പാടി ഏതാ? കല്ലാപ്പാടി ഇതാണ്. ഇത് കാലാപ്പാടി. ഇത് 3 അപ്പൊ അതിന്റെ റേറ്റ് എങ്ങനെയാ? അതിന് 450 വരുന്നുണ്ട്. ഒരു തൈക്ക് 450 കലാപാടി. കലാപാടി അത്യാവശ്യം ഫേമസ് മാവാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു മാവാണ് കലാപാടി. കേരളത്തിലുണ്ടാകുന്നത് കലാപാടി. ഇതെന്ത് കർപ്പൂരം. കർപ്പൂരവള്ളി. കർപ്പൂരം തന്നെയാണ് വരുന്നത്. എന്തിന്റെ പ്രത്യേകത? ഇതാണല്ലോ കർപ്പൂരം. ഇതും കർപ്പൂരാണല്ലേ? 2 സൈസ് തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാ? ഇതിന്റെ 450 റേറ്റ്. രണ്ടും 450. കമ്പനിക്കാരന് ഹോംഗ്രോൺ കമ്പനിക്കാരുടെ നമ്മൾ വരുത്തുന്നതാണ്. മറ്റേ ഈ ഇതില്ലേ? ഓക്കെ. ഹോംഗ്രോൺ കമ്പനിക്കാരുടെ ഇവിടേക്ക് വരുത്തുന്നതാണ്. പിന്നെ ഇതിന് റേറ്റ് 450 തന്നെയാണ് റേറ്റ്. ഓക്കെ. നമുക്ക് ഫുലോസാൻ ഞാൻ കേട്ടുണ്ട്. നല്ല മധുരമുള്ളതാണ്. നല്ല രസം. റംബൂട്ടാന്റെ പോലെ വേറെ ഒരു കാപ്പി കളറായിട്ട് ഹോംഗ്രോൺ തന്നെയാട്ടാ. ഫുലോസാൻ നമ്മുടെ റംബൂട്ടാന്റെ അതേപോലെ ഇരിക്കും കാണാൻ. എന്നാ വ്യത്യാസം ഉള്ളിൽ ഒരേപോലെ പുറത്ത് ചെറിയ വ്യത്യാസം ഉണ്ടോ? അത് കാപ്പി കളറ് എന്നുള്ളൂ. പക്ഷെ ഉള്ളിൽ നല്ല കാമ്പോളാണ്. ഞങ്ങൾ ഇവിടെ ഈ കടയിൽ കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഫുലോസാൻ എപ്പോഴാണ് ഓർത്തത്? റംബൂട്ടാനും ഫുലോസാനും ഒരേ ആയിട്ടിരിക്കുന്നത്. പിന്നെ ഇത് കുളമ്പ് മാവ്. ഇത് കുളമ്പ് നമ്മുടെ നാട്ടില് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ അവർക്ക് നല്ല ഇഷ്ടമുള്ള മാങ്ങയെന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നു. മാത്രം എനിക്കറിയുള്ളൂ കേട്ടാ. കുളമ്പ്. അതിന്റെ റേറ്റ് എത്ര? 400. ഈ ഫുലോസാൻ റേറ്റ് പറഞ്ഞില്ല? ഫുലോസാന് 600 ഫുലോസാൻ അത്യാവശ്യം ഫേമസ് ആയ മരമാണ് ഫുലോസാൻ. പിന്നെ ഇവിടെ പഴത്തിന് റേറ്റ് ഉണ്ട് തോന്നുന്നു. പഴത്തിന് പണ്ട് റംബൂട്ടാൻ ഉണ്ടായ സമയത്ത് ഭയങ്കര വിലയായിരുന്നു റംബൂട്ടാന്. അപ്പൊ അതേപോലെയാണ് ഇത് മംഗസിൻ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇത് ഹോമൻകാരാണ് കമ്പനിക്കാണ് വരുത്തുന്നത്. 350 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ തന്നെ വലുതാണെങ്കിൽ 450 വരും. തട്ടിനനുസരിച്ചാണ് പൈസ. അതായത് ഇതിപ്പോ 6 മാസം കൂടുമ്പോഴേ ഒരു തട്ട് വലുതാവുള്ളൂ. അപ്പൊ തട്ടനുസരിച്ചാണ് റേറ്റ് വരാം. ഇത് വലിയ ഒരു 650 രൂപ. 450. ഇത് 450 രൂപ. ഇത് 350. ഇവിടെ വില 150 രൂപ ഉള്ളൂ. ഈ ഒരു ഇത്ര ഹൈറ്റ് വെച്ചിരിക്കുന്ന നമ്മുടെ മംഗോസിന്റെ തൈക്ക് ഇതിപ്പോ നിങ്ങൾ നോക്കി ഒരു തട്ട് വളരാൻ 6 മാസം എടുക്കുക. അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് അറിയാം എത്ര സമയം കൊണ്ട് ഇത്രയും വളർന്നുണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എത്ര വർഷം കൊണ്ട് കായ്ക്കും? ഇത് 5 വർഷമാണ് അവര് പറയുന്നത്. 5 വർഷം. നമ്മുടെ നാടനാണെങ്കിൽ മറ്റേ ചെറിയ തൈകളിൽ 100 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാടൻ മംഗോസിനാണെങ്കിൽ ഇവിടെ ഉണ്ട്. ഇതൊരു 8 വർഷം വേണ്ടി വരും. 100 രൂപയുള്ളൂ. പക്ഷെ 8 വർഷം എടുക്കും ഇത് കായ്ക്കാനായിട്ട്. ഇലക്ക് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇലക്ക് വ്യത്യാസം. ഇത് നിലത്തിരിക്കല്ലേ, വെയിലിന്റെ കുഴപ്പമായിരിക്കും വിചാരിക്കുന്നു. പിന്നെ ഞാൻ പോയപ്പോ ഇവിടെ നല്ല ജമന്തി കണ്ടോ? നല്ല ഭംഗിയില കാണാനായിട്ട്. ഇത് എത്ര റേറ്റ് വരുന്നത്? 90. ഒരു ഇതിന് 90 രൂപ. ഇത് കുറ്റിമുല്ല.
കുറ്റിമുല്ല കുറ്റിമുല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ. കുറ്റിമുല്ല ഇത് എങ്ങനെ പൂണ്ടാവും ഒരു ഒറ്റ പൂ പോലെ അങ്ങനെ ഉണ്ടാവുന്നതാണോ? അല്ലാതെ ഇങ്ങനെ ഈ കൊല കുത്തി ഇങ്ങനെ ആ കുറ്റിമുല്ല ഇത് 50 രൂപ 50 50 രൂപ. ഇതിന് 90 രൂപ അല്ലെ. 90 രൂപ. പിന്നെ ഇവിടെ റോസ ഉണ്ട്. ഇതെന്ത് കേട്ടേറ്റി? ഇത് ഫൈക്കസ് ഫൈക്കസ് എന്നാണ് പറയുന്നത്. ഫൈക്കസ് ഫൈക്കസ്. ഇത് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. വീടിന്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ വലുതായി വരുന്നത്. ഇത് വലുപ്പം വരിക്കത്. എത്ര റേറ്റ്? 250. 250 രൂപ ഫൈക്കസിന്റെ ചെടി ഉണ്ട് ഇവിടെ. പിന്നെ റോസാ പൂക്കളുണ്ട്. റോസ പല പല റേറ്റ് ആണ്. എണ്ണ ഒക്കെ ഇതിന് 50 രൂപ നമ്മൾ വർത്തിക്കുന്നതാണ്. അത് ഈ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന റോസ എല്ലാത്തിനും 50 രൂപയാണ്. വെള്ളയുണ്ട്, ചുമപ്പുണ്ട്, ഇത് ഓറഞ്ച് ഉണ്ട്. എല്ലാത്തിനും ഒരേ റേറ്റ് ആണ്. ഈ കളറ് പിങ്ക് അങ്ങനെ റോസയുടെ ഒരു കളക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പൊ അത് വേണ്ടവർക്ക് ഇവിടെ ഒന്ന് വാങ്ങിക്കാം. 50 രൂപയാണ് ഒരു തൈക്ക്. അത് മുസാണ്ടയുടെ വേറെ ഇത് നാടൻ അല്ല, നമ്മള് വാങ്ങിച്ചു വന്നപ്പോ ഇത് ബഡ് തോന്നണ പെട്ട ചെറിയ ഇതിൽ തന്നെ പൂവുണ്ടായി നിക്കണ്ട്. മുസാണ്ട് ഇത് എത്ര റേറ്റ് പറഞ്ഞ? 350. നാടനല്ല, നമ്മുടെ പുറത്തുനിന്ന് വന്നിക്ക സാധനം. വില കൂടുതല. 350 രൂപയുടെ മുസാണ്ട്. അപ്പൊ മുസാണ്ട് 350. 350 രൂപയുടെ മുസാണ്ട് ഇവിടെ ഉണ്ടാവും. താല്പര്യമുള്ളത് ഒന്ന് വാങ്ങിക്കാം. നല്ല കളർഫുൾ ആയിട്ട് ഗാർഡനിലൊക്കെ നിൽക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴേ. പിന്നെ ഇത് എന്താ ചേച്ചി? ഇത് ഈ ഒരു ചെടി പേരാ മിൽക്കി ബാമ്പു ആണല്ലേ? മിൽക്കി ബാമ്പു നമുക്ക് അത്യാവശ്യം അകത്തും വെക്കാം, ഇൻഡോറും വെക്കാം, ഔട്ട് സൈഡ് വെക്കാം. വെയിൽ വരുമ്പോ നല്ല കളറായിരിക്കും. ഈ കളർ വരും, ഒരു പച്ച മഞ്ഞയൊക്കെ വെയിലത്തേക്ക് നല്ല. ഇത് റേറ്റ് എത്ര ഒരെണ്ണത്തിന്? അതിനെണ്ണത്തിന് 50 രൂപയുള്ളൂ. 50 രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ്. മിൽക്കി ബാമ്പു എന്നാണ് ഇതിന്റെ പേര്. പിന്നെ ഇവിടെ അഗ്ലോണിമയുടെ റെഡ് കളർ റേറ്റ് അത് 50 രൂപയുള്ളൂ. 50 രൂപ. വേറെ വെറൈറ്റി ഉണ്ട് അവിടെ എത്തുമ്പോ കാണാം. അവിടെ വേറെ വെറൈറ്റി ഉണ്ട് അഗ്ലോണിമയുടെ. പിന്നെ ഇവിടെ യുജീനി ഇരിക്കുന്നുണ്ട്. യുജീനിക്ക് എത്ര റേറ്റ്? 100 രൂപ. ചെറിയതായിക്ക് 100 മുതലാണ് സ്റ്റാർട്ടിങ്. 100 രൂപ സ്റ്റാർട്ടിങ്. യുജീനി ഉണ്ട് ഇവിടെ. യുജീനിയുടെ ഇതിന്റെ വലിയ തൈ ഇതിന്റെ വലിയത് ഇവിടെ ഉണ്ട് കേട്ടോ. 450 വരുന്നുണ്ട്. 450 ഇത്ര വലിയ തൈ കിട്ടൂലേ? ഇത് 150 നമ്മൾ കൊടുക്കും. ഇതുണ്ട് 2 അടി അതിന്. അപ്പൊ വില കുറവാണ് ഇവിടെ. ഇതിന് 150 രൂപയുള്ളൂ ഈ ഒരു തൈക്ക്. അപ്പൊ 100ന്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. 150ന്റെ തൈ ഇവിടെ. ഇത് 450 രൂപ. വലിയ തൈവാണെങ്കിൽ 450 രൂപ. ഇത് ചട്ടി അടക്കാണോ നിങ്ങൾ 450 കൊടുക്കുന്നത്? ചട്ടി അടക്കം നിങ്ങൾക്ക് 450 രൂപ കിട്ടും. ഇതെന്താണ്? ലോറപെറ്റാന്ന് പറയുന്നത്. ലോറപെറ്റ. ഒരു പൂവൊക്കെ പിങ്ക് കളർ പൂവുണ്ട്. പിങ്ക് കളർ പൂവുണ്ട്. വെയിലത്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. റൗണ്ടിൽ വെട്ടി നിർത്തണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാ? ഇതിന് ചെറിയ തൈക്കൊക്കെ നമ്മൾ 60 രൂപയായിട്ട് കൊടുക്കും. ഈ തൈക്കാണെങ്കിൽ 60 രൂപയ്ക്ക് നമുക്ക് കിട്ടും. വലിയ 250. വലിയ തൈക്ക് 250 രൂപ ആ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇത് അങ്ങനെ വേറെ കണ്ടിട്ടില്ല ഈ ഒരു ചെടി. ഞാനിപ്പോ വാങ്ങിക്കാറുണ്ടായിരുന്നു ചെടികളൊക്കെ. പക്ഷെ ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല. പേരൊന്നും കൂടെ പറയുന്നത്? ലോറപെറ്റ എന്നുള്ള പേര്. ഇവിടെ നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നല്ല പൂവൊക്കെ ഉണ്ടായി ഇങ്ങനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പൊ ഇവിടെ ഒന്ന് വാങ്ങിക്കുക. പിന്നെ നമുക്ക് അടുത്തത് ചെത്തി. 2 തരം ചെത്തി, 3 തരം ചെത്തി. ഇത് നാടൻ ചെത്തി 50 രൂപ. ഇതാണ് നാടൻ ചെത്തി. 50 രൂപയുടെ തൈയാണത്. ഇത് ചെറിയ മറ്റേ സൈസ് ചെത്തിയില്ലേ? കൊല കുത്തി ഉണ്ടാവണത്. ഇത് കളർ ഏതാ? റെഡ് ആണോ? കളറ് റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇതിനെത്രയാ? അതിന് 60 രൂപ നമ്മൾ കൊടുക്കണം. 60 രൂപയ്ക്കാണ് ഈ ഒരു ചെത്തി നമ്മൾ കൊടുക്കണം ഇവിടെ. പിന്നെ ഇതിന്റെ റെഡിന് 60 രൂപ തന്നെയാണ്. റെഡിന് 60 സെയിം റേറ്റ് തന്നെയാണ്. പിന്നെ ഇത് ഒരു ചുമപ്പ് കളറുള്ള ചെത്തി വേറെ. എന്റെ ഇലക്ക് ഇതിന്റെ ഇല കാണാൻ തന്നെ ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ? അതിന് 50 രൂപയായിട്ട് നമ്മൾ 50 രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ചെത്തിയുടെ. ഇത് നമുക്ക് ഇതിന്റെ ഇല കാണുമ്പോ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അത് ഇവിടെ പൂട്ട് ഒരു പ്രത്യേക രീതിക്കാണല്ലോ. കുഴപ്പമില്ല. അപ്പൊ ഇത് കാണാൻ തന്നെ ഭംഗിയുണ്ട്. അപ്പൊ അത്ര 60 രൂപ അതെ ഈ ഒരു ചെത്തിയുടെ റേറ്റ് വരുന്നത്. 2-3 സൈസ് ഉണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണല്ലേ? ഇതിന്റെ പേരെന്താ ചേച്ചി? ഹാങ്ങിങ് പ്ലാന്റ്
അത് ഫേണെന്ന് പറയണ. ഫേൺ ഫേൺ. അപ്പൊ അതിന്റെ റേറ്റ് എത്രയാ? അതിന് ആ ചട്ടി കിടക്കാണെങ്കിൽ 100 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. 100 രൂപയ്ക്ക് ഈ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണെങ്കിൽ ചട്ടിയിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ഇതിനെല്ലാത്തിനും 100 രൂപ. പല റേറ്റ് ആണോ? 80 രൂപ. അതെ, പല റേറ്റ് ഉണ്ട്. ഇതിനൊക്കെ 80 രൂപ. ഈ ചെറുതുകൾക്കെല്ലാം 80, ഇതിന് മാത്രം 100. ഇത് 80, ഇത് 80, ഇത് 50, അത് 80 തന്നെ. ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. അത് 80 ആണോ? പിന്നെ നമ്മളൊരു എയർ പ്ലാന്റ് എന്ന് പറയുന്നില്ല, എയർ പ്ലാന്റ്. ഇത് പ്ലാന്റ് ആണോ? എയർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ വെള്ളം നനയ്ക്കുമ്പോ പച്ച കളറാവും. എയർ പ്ലാന്റ് ഇത് വെള്ളം മാത്രം മതി. ഞാൻ ആദ്യമായിട്ടാണ് എയർ പ്ലാന്റ്. ഇത് വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പച്ച കളറാവും. അപ്പൊ അത് റേറ്റ് എത്രയാ? അതിന് ഇപ്പൊ ചെറുതല്ല, 50 രൂപ. 50 രൂപ. ഞാൻ ആദ്യമായിട്ടുണ്ട് ഈ പ്ലാന്റ് കാണുന്നത്. നല്ല നമ്മള് വീട്ടിലൊക്കെ തൂക്കിടുമ്പോഴേ നല്ല ഇത് റബ്ബർ ഷീറ്റ്, റബ്ബറിന്റെ ചിരട്ടയല്ലേ ഇത്. അതിലിങ്ങനെ വെച്ചിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പച്ച കളറാവും. ഇത് വെറൈറ്റി ഒരു ചെടിയാണ്. പിന്നെ ഇത് ചൈനീസ് സ്റ്റോള്. ഇതിന്റെ റേറ്റ് എത്ര? 250 രൂപ. ചെറുതാണെങ്കിൽ 150. ഇതിന് ചെറിയ ഒക്കെ ഉണ്ട്. ഈ ഒരു സൈസ് നമുക്ക് തട്ട് ഈ ഒരു സൈസ് നിൽക്കുന്ന 150 രൂപ. പിന്നെ ചെറുതിന് 100 രൂപ. ചൈനീസ് സ്റ്റോള് നമുക്ക് വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ, എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട് ചൈനീസ് സ്റ്റോള്. നല്ലത്. ഇഷ്ടംപോലെ ആൾക്കാർ കൊണ്ടുപോകുന്ന സാധനമാണ് ചൈനീസ് സ്റ്റോൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഇതിനെത്ര റേറ്റ്? ഇതിന് 80 രൂപ. 80 രൂപയുടെ അരിക്കാപ്പാം അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. അപ്പൊ അതുണ്ട്. പിന്നെ സ്പൈഡർ പ്ലാന്റ് എല്ലാവരുടെ വീട്ടിലും മിക്ക ഉണ്ടോണ് സ്പൈഡർ പ്ലാന്റ്. ഇത് റേറ്റ് എത്രയാ? ഇതിന് 50 രൂപ. 50 രൂപയുടെ ചെറുത് 50 രൂപയ്ക്ക്. 50 രൂപ. ഇത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചപ്പോ ഇത് മുള പൊട്ടി ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് ഭംഗിക്ക് ഫ്രണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റിയൊരു സാധനമാണ് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ വെള്ള മസാണ്ടയുടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട്. വെള്ള മസാണ്ട കണ്ട. ഇത് റേറ്റ് എത്ര ചേച്ചി? 200 രൂപയാണ് വെള്ള മസാണ്ട ഉണ്ട്. പൂവൊക്കെ ഉണ്ടായി നിൽക്കണത്. ഇവിടെ കൂടുതലും പൂച്ചെടികളും ഇതൊക്കെയാണ്. പഴങ്ങളുണ്ട്. പൂച്ചെടികളൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു കുറെ അധികം. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. അരേലിയ. അത് എത്ര റേറ്റ് പറഞ്ഞേ? അതിന് ചെറുതിനാണെങ്കിൽ നമ്മൾ 50 രൂപ കൊടുക്കണം. കവറിലേക്ക് ഇതിന്റെ ചെറുത് ഇവിടെ കവറിൽ ഇരിക്കുന്നത് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ചട്ടിയിലുള്ളതിനോ? 200. ചട്ടിയിലുള്ള 100 രൂപ. 200, 100 ഉണ്ട്. ഇതും അരളിയിൽ ഇത് വേറെ വെറൈറ്റി ആണ്. ഇത് എത്ര രൂപ? 50 രൂപ. 50 രൂപയുടെ അരളിയെ പറ്റി വേറെ വെറൈറ്റി ആണ് കൊടുക്കുന്നത്. അത് 50 രൂപ. ഇത് മുക്കുറ്റിയ. നമ്മള് സുന്ദരി ചെടി സുന്ദരി. ഇത് എത്ര റേറ്റ്? ഇത് 40 രൂപ. പിന്നെ ഇത് എന്ത് മരമാണ്? നമ്മള് ദേവദാരു. പണ്ട് കുന്തിരിക്ക മരം. അത് എന്തുകൊണ്ടാണ് പറയണെന്ന് അറിയോ? കുന്തിരിക്ക മരം അതിൽ കിട്ടുമല്ലേ? വലിയ ചെടി ഉണ്ടായിരുന്നു. ഇതെത്ര റേറ്റ് വരുന്നത്? അതിന് 250 150 രൂപ. അതായത് കുന്തിരിക്ക ചെടി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കറക്റ്റ് പേര് കറക്റ്റ് പേര് എന്താ? ദേവദാരു കറക്റ്റ് വരുന്നത്. ഇത് 250 രൂപയുടെ തൈയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് നല്ല ഹൈറ്റിൽ പോണ മരമല്ലേ? പിന്നെ ഇതിനോ? ചെറുതായി 150 രൂപ ഇവിടെ ഇരിക്കണ. ഇത് 250 രൂപ. അപ്പൊ ഇത് ദേവദാരു താല്പര്യമുള്ളവരൊക്കെ വാങ്ങി വെക്ക. ഇവിടെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ. ഇത് നമ്മുടെ ഡെസ്മോഡിയം. ഗോൾഡൻ ഡെസ്മോഡിയം എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ എന്തിട്ട് പറയണേ? ഇത് ഗോൾഡൻ ഡെസ്മോഡിയം എന്നാണ് പറയാ. ഡെസ്മോഡിയം, ഗോൾഡൻ ഡെസ്മോഡിയം. ഡെസ്മോഡിയാന്ന് ശരിക്കും പറയാം. ഗോൾഡൻ എന്ന് പറയുന്നത് ഇതിന് ഇത് ചേച്ചി മറ്റേ കൊമ്പില്ലേ, കൊമ്പ് ഒടിച്ച് കുത്തി വെച്ച് കഴിഞ്ഞാൽ പിടിക്കും. അത് മാത്രമല്ല ഇതിന്റെ ഈ ഒരു ഇതാണ് ഈ വിത്തുകൾ ചിലപ്പോ വിത്ത് മുളയ്ക്കും. വിത്ത് അത് ഈ ഉണങ്ങിയ വിത്തുകളെ മണ്ണിലോ അല്ലെങ്കിൽ മറ്റേ കോക്കോപിറ്റ് ഇല്ലേ, അതിൽ പായി കഴിഞ്ഞാൽ മുളച്ചു വരും. ഇത് വീട്ടിൽ വലിയ പറയാൻ നിപ്പുണ്ട് ഡെസ്മോഡിയം. ഇത് ഓർക്കിഡാ? അത് ഓർക്കിഡ് അല്ല, ഇതിന്റെ പ്ലാന്റ് ഗ്രൗണ്ട് ഓർക്കിഡ്. അതന്നെ.
ഇത് പൂവുണ്ടായി കഴിഞ്ഞാൽ കുറെ നാള് നിൽക്കും. ഇങ്ങനെ നിക്കുവാന് ഗ്രൗണ്ട് ഓർക്കിഡ് എന്നാ ഞാൻ പറയാനട്ടാ. ഇത് കൊടുക്കാനുള്ളതല്ലേ? എത്ര റേറ്റ് ഇതിന്റെ? ഇതിന് 200 രൂപയാണത്. ചട്ടോടി ചട്ടോടി 200. അതിന്റെ പ്രത്യേകത നമ്മള് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറെ നാള് ഇങ്ങനെ പൂ നിൽക്കും. ഇതിന്റെ ഗ്രൗണ്ട് ഓർക്കിഡ് എന്നാണ് പേര്. നിങ്ങൾക്ക് അടുത്ത് നോക്കാം. ഇത് നോക്കണ്ട പഴമുണ്ട്. ബേറാപ്പിള്. അത് ബേറാപ്പിൾ ഉണ്ട് ഇവിടെ. ഈ ബേറാപ്പിള് ഇവിടെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. ഇത് എത്ര റേറ്റ് വരുന്നത് ബേറാപ്പിള്? 200 രൂപയാണ് ബേറാപ്പിളിന്റെ റേറ്റ്. ഉണ്ടായി നിൽക്കണം തയ്യാറുള്ളത് ബേറാപ്പിളിന്റെ. ഇവിടെ ഉണ്ടായി നിൽപ്പുണ്ട് ബേറാപ്പിള്. വലിയ ഒരെണ്ണായി നിൽക്കണ്ടത് ഇവിടെയുണ്ട്. ഇവിടെയുണ്ട് ബേറാപ്പിള്. നമ്മുടെ ഗ്രീൻ ആപ്പിളിന്റെ അതേ ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി പഴമാണ് ബേറാപ്പിള്. ഇത് പ്ലാവ് അല്ലേ? എന്ത് ടൈപ്പാണ് ചേച്ചി? ഇത് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്ലാവുകളാണ്. ഹോം ഗ്രൗണ്ടുകാരുടെ. ഇതിന്റെ റേറ്റ് എത്രയാ? 250. അതൊക്കെ പല പല റേറ്റ് ഉള്ളതുണ്ട്. പല പല റേറ്റ് ഉള്ളതുണ്ട്. ഇത് 250 രൂപ ഈ ഒരു വിയറ്റ്നാം സൂപ്പർ എർലി. പിന്നെ ഇതൊക്കെ 250. ഇവിടെ ഇരിക്കണ ഇതൊക്കെ 250. ഇതോ? അതൊക്കെ 250. അത് 250 തന്നെയാണ്. 350 രൂപ. അതിന്റെ തന്നെ വേറെ 350 രൂപയുടെ തൈ. വിയറ്റ്നാം സൂപ്പർ എർലി 350 രൂപയുടെ തൈയാണത്. ഇതും 400 രൂപ. ഇത് എത്ര റേറ്റ്? ഇത് 400 രൂപയാണ് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ തൈ വരുന്നുണ്ട്. ഇത് റംബൂട്ടായിരിക്കണ്ടല്ലോ ഇവിടെ. ഇത് കണ്ടാണ് കുളമ്പിന്റെ. ഇതിന് എത്ര റേറ്റ് ഈ വലുതിന്? പ്രിയൂർ മാവാണോ? പ്രിയൂരിന്റെ മാവ് ഇവിടെ ഉണ്ടോ? പ്രിയൂർ മാവ്. ഇതിന്റെ റേറ്റ് എത്രയാ? 450 രൂപ. പ്രിയൂർ മാവ് ഇവിടെ മപ്പുണ്ട്. 450 രൂപയാണത് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതൊക്കെ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്ലാവുകളാണ് മൊത്തം ഇരിക്കുന്നത്. ഇത് ഫ്രൂട്ട്സ് തന്നെ. കുപ്പാസ്. നമ്മുടെ കൊക്കോക്കായയുടെ ഒക്കെ ഒരു മോഡൽ. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതിന്റെ റേറ്റ് എത്രയാ? അതിന് 700 രൂപ. 700 രൂപ. രണ്ടെണ്ണം വെക്കണം. അതായത് മെയിൽ പ്ലാന്റുകൾ അങ്ങനെ ഉണ്ടോ? അങ്ങനെ പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ അതിനകത്ത്. മാഡം പറഞ്ഞ ഇത് സ്വീറ്റ് സാന്തോള്. ഇത് അത് എന്തെങ്കിലും പ്രത്യേകത എന്താണ്? സ്വീറ്റ് അറിയോ? അത് എന്ത് പഴാന്നറിയോ? സ്വീറ്റ് സാന്തോള് കഴിച്ചിട്ടില്ല. കഴിച്ചാൽ അറിയില്ല. അപ്പൊ ഇത് റേറ്റ് എത്രയാ? ഇതിന്റെ റേറ്റ് 650. 650 ആണ് ഇതിന്റെ റേറ്റ് തന്നെ. ഒന്നുകൂടെ പറയാം പേര്. സ്വീറ്റ് സ്വാദുള്ളൂ അങ്ങനെയാണ് അതിന്റെ പേര് കേട്ടോ. അതൊക്കെ അറിയാത്തവരൊക്കെ കമന്റ് ചെയ്യാ. അപ്പുറത്തേക്ക് അരസാബോയ് എന്ന് പറയുന്ന ഒരു അത് ഭയങ്കര പുള്ളിയാ. മറ്റേ ഞാൻ കേട്ടിട്ടുണ്ട്, പേര് കേട്ടിട്ടുണ്ട് അരസാബോയ് എന്ന് പറഞ്ഞിട്ട്. എത്ര റേറ്റ് അത്? അതിന് ചട്ടിയടക്കം 600 രൂപയുള്ളൂ. ചട്ടിയടക്കം 600 രൂപയാണ് അരസാബോയ് ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഉണ്ടായതുണ്ടെന്ന് പറയണേ. നമുക്ക് അത് നോക്കാം. ഉണ്ടായത് അക്ഷരം എവിടെയോ അതേ കണ്ടോ? ഇതാണ് അറസാബോയ് എന്ന് പറയുന്ന ആ ഒരു പഴം. ഭയങ്കര പുളിയാണല്ലേ? പുളിയാണ്. അതിന്റെ റേറ്റ് എത്രയാ? അതിന്റെ റേറ്റ് ഞമ്മളില്ല 600 രൂപ. ഉണ്ടായി നിൽക്കുന്ന തൈ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ചട്ടി അടക്കം 600 രൂപയാണ് അരസാബോയ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ. ഞാൻ വേറെ ഫ്രൂട്ട്സ് കൂട്ടി നമുക്ക് അടിക്കണെങ്കിൽ നല്ല സ്വാദായിട്ട് കിട്ടൂല്ലേ. പിന്നെ അബിയുന്റെ വലിയ തൈയാണല്ലോ. ഇത് എത്ര റേറ്റ്? 700 രൂപ. 700. ഇത് ജയന്റ് ആണോ നോർമൽ ആണോ? 2.5 വർഷം അല്ല ഇതിൽ 2 വെറൈറ്റി ഇല്ലേ? ഇല്ല, ഒരു വെറൈറ്റി. ഇവിടെ ഒരു വെറൈറ്റി ഉള്ളൂ. ഇത് നോർമല്. അപ്പൊ 700 രൂപയാണ് അത് നിൽക്കുന്ന അബിയുന്റെ വലിയ തൈ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അബിയു എന്ന് പറയുന്നത്. അപ്പൊ 2 വർഷം എടുക്കും ഇത് വലുതാണ്. അപ്പൊ ഉണ്ടാവാനായിട്ട് ഇതിന് ഫ്രൂട്ട്സ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുക. പിന്നെ ഇതെന്താ ചേച്ചി? ഇലയൊക്കെ നല്ല ഗ്രാമ്പൂ. ഗ്രാമ്പൂന്റെ ചെടി 100 രൂപയാണ് ഗ്രാമ്പൂന്റെ ചെടി ഇവിടെ ഉണ്ട്. പിന്നെ ഇത് സർവ്വസുഗന്ധി. അതായത് നമ്മള് മറ്റേ ഇറച്ചിയിലൊക്കെ ഇടുന്ന കറുകപ്പട്ട പോലത്തെ ഒരു ഇത് സർവ്വസുഗന്ധി എന്ന് പറയുന്നത്. നല്ല മണം ഉണ്ടാവും അതിന്. ഇതെന്താ ചേച്ചി? ഇതിന്റെ പേര് അറിയോ? പുലോസാന്റെ വേറെ തൈ ഇവിടെ മുളപ്പിച്ചാ. വേറെ തൈ പുലോസാന്റെ വീട്ടിരിപ്പുണ്ട്. ഗണപതി നാരകം. അത് പ്രത്യേകത എന്താ? ഗണപതിക്ക് പൂജിക്കാനൊക്കെ എടുക്കണം. അതുകൊണ്ട് തന്നെ ഗണപതി നാരകം എന്ന് പറയണേ. പിന്നെ ഇവിടെ റംബൂട്ടാൻ. ഇതൊക്കെ
എല്ലാം തന്നെയാണ് റംബൂട്ടാൻ. ഇതിന്റെ ഒക്കെ റേറ്റ് പറഞ്ഞ എത്രയാ? ഇതിന് പറഞ്ഞത്തിന് 850 രൂപ. 850 രൂപയുടെ റംബൂട്ടാന്റെ തൈനൂടെ വലിയതാണ്. നിങ്ങൾ ഇതിപ്പോ 2 വർഷം എടുക്കൂല കായ്ക്കാനായിട്ട്. 2 വർഷത്തിനുള്ളിൽ കാഴ്ച കിട്ടുന്ന റംബൂട്ടാന്റെ തൈയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതെന്താ ഇത്? നല്ല കാണാൻ ഭംഗിയുണ്ട്. മുള്ളുണ്ട് തോന്നല്. മുള്ളുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ ഇതിന്റെ പേരെന്താ ഈ ചെടിയുടെ? ആ മറ്റേ കൈതച്ചക്കയില് പട്ട പറയാനല്ലേ കാണാൻ ഭംഗിയുണ്ട്. നമുക്കിങ്ങനെ ഇതിന്റെ വേറെ വെറൈറ്റി ആണോ? അത് വേറെ ഇതിന്റെ വേറെ വെറൈറ്റി ആണ്. റേറ്റ് എത്ര? 50 രൂപയൊക്കെ ഉള്ളൂ. മുള്ളുള്ളത് എവിടെ ഉണ്ട്, മുള്ളില്ലാത്തത് ഇവിടെ ഉണ്ട്. പക്ഷെ കാണാൻ ഭംഗി ഇതാണ്. പക്ഷെ വീട്ടില് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് വെക്കുമ്പോ സൂക്ഷിക്കണം. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. അത് മട്ടാവോ ചെടി പറഞ്ഞ മട്ടാവ. ഏത്? ആ ഒരു റംബൂട്ടാന്റെ പോലെ തന്നെ പർപ്പിള് മട്ടാവ. പർപ്പിള് ഇത്തിരി കാമ്പ് ഇതിന്റെലും ഇത്തിരി ടേസ്റ്റ് കൂടുതലുണ്ടായിന്. അതിന്റെ റേറ്റ് എത്ര? 750. 750 രൂപ മട്ടാവും പറഞ്ഞിട്ടൊരു നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പഴം ഉണ്ടായിട്ടില്ല. ഇവിടെ തയ്യാ ചറന്നത്. പക്ഷെ ഇത് ബഡ്ഡാ. ഇത് ബഡ് പറ്റില് പെട്ടെന്ന് ഉണ്ടാവും. തൈ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ ഇത് മറ്റേ ഇതിന്റെ തന്നെ വേറെ വെറൈറ്റി ആണ്. കണ്ടതിന്റെ മദർ പ്ലാന്റ്. ആ സെയിം പ്ലാന്റ് തന്നെയാണ്. ഇത് വലുതാകുമ്പോ ഈ ഒരു കളറിലിരിക്കും. ആ കളർ മാറിയിട്ട്. ഇത് നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ എവിടെയും ഇത് ഇൻഡോറിൽ വെക്കാൻ പറ്റുമോ? അങ്ങനെ ഇത് ഇൻഡോറിൽ വെക്കാൻ പിള്ളേർ വെക്കാൻ പറ്റില്ല. പുറത്ത് എവിടെയെങ്കിലും ഇതിന്റെ റേറ്റ് എത്ര വലിയതിന്റെ? ഇതിന് 350 രൂപ. ഈ ഒരു കാണുന്ന കൊണ്ടുപോയിട്ടുണ്ട്. പേര് ഞാൻ മറന്നു. പേരറിയില്ലല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഇവിടെ ഉണ്ട് ഒരു നമ്മുടെ കൈതച്ചക്കയുടെ ഒക്കെ പോലത്തെ ഒരു മോഡല്. പഴമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. താല്പര്യമുള്ളവർ വാങ്ങിച്ചു വെക്കുക. ഇതെന്ത്? അത് മിൽക്കി ബാമിൽ പെട്ടത് തന്നെയാണ്. മിൽക്കി ബാം. റേറ്റ് എത്ര? ഇതിന് 100 രൂപയുള്ളൂ. 100 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഇത് പ്ലം. കൊക്കോ പ്ലം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര ചേച്ചി? ഇതിന് 200 രൂപ. 200 രൂപയാണ് കൊക്കോ പ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അപ്പൊ ഇത് കഴിച്ചണ്ട ചേച്ചി അതിന്റെ പഴം? ഇല്ലല്ല. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാവാന്ന് അറിയോ? അറിയില്ല. ഇവിടെ നമ്മള് പുറത്തുനിന്ന് വരുത്തണാണ്. അപ്പൊ നമുക്ക് ഇത് കുറെ നമുക്ക് കഴിച്ചിട്ടുള്ളത് തന്നെ കുറച്ചൊന്നും നമുക്ക് അറിയില്ല. ഇതെന്ത്? ചെറിയാണ്. കഴിച്ചിട്ടില്ല നമ്മള്. കഴിച്ചിട്ടില്ല. റേറ്റ് എത്ര? റേറ്റ് 200 രൂപയാണ്. ഇത്രയും വലിയ തൈക്കില്ലേ? പിന്നെ ഇത് മിറാക്കിൾ ഫ്രൂട്ട്. നമ്മൾ എന്തും ഭയങ്കര മധുരം. ഇതിപ്പോ കഴിച്ചിട്ട് ഒരു ഇതാണ് ഇതും മിറാക്കിൾ ഫ്രൂട്ട്. ഇത് ബഡ് ചെയ്തത്. ഇത് അതിന്റെ തൈ. മിറാക്കിൾ ഫ്രൂട്ട് 2 ടൈപ്പ് ഉണ്ടല്ലേ? തൈമേ പൂവുണ്ടായി തുടങ്ങി. ഇതെന്റെ വീട്ടിലുണ്ട്. ഈ മിറാക്കിൾ ഫ്രൂട്ട് എന്റെ വീട്ടിലുണ്ട്. ഇത് ബഡ് ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ കുഴിത് പാവി ഉണ്ടായതാണ്. കൊറേ ഉണ്ടാവുന്നത്. മിറാക്കിൾ ഫ്രൂട്ട്. ഇത് എത്ര റേറ്റ്? മിറാക്കിൾ ഫ്രൂട്ടിന് ഇതിന് 150 രൂപയാണ്. ഈ മിറാക്കിൾ ഫ്രൂട്ട് ഇത്രയും വലുതിന് 150 രൂപ ഉള്ളൂ. ഇതിന് 350. ഇത് വേറെ ബഡഡ് ആയാലും വ്യത്യാസമുണ്ട്. ഇത് വേണം പെട്ടെന്ന് ഉണ്ടാവാല്ലേ? ഇതിന് അത് വാങ്ങിക്കാൻ താല്പര്യം. അതിന്റെ വേറെ ഇത് കാണാനും ഭംഗിയുണ്ട്. തന്നെ 150 രൂപയുടെ ഉണ്ട്. ഇത് മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ? ഇത് എത്ര റേറ്റ്? അത് 600 വരും. വലിയ തൈ ഉണ്ട് ഇവിടെ. ഇതിലുണ്ടായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടല്ലേ? എന്റെ ഒരെണ്ണം ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെന്ത് ചെടിയാ? അത് വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയും. വെസ്റ്റ് ഇന്ത്യൻ ചെറി. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ കഴിച്ചിട്ടുണ്ട്. തൈയോടെ വെപ്പുണ്ട് കേട്ടാ. 300 രൂപയാണ് ഈ ഒരു തൈക്ക് വരുന്ന റേറ്റ് വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ. ഇത് നമ്മുടെ ഒരു മുള്ളില്ലാത്ത ഒരു പൈനാപ്പിൾ ആണ് കേട്ടോ. പൈനാപ്പിൾ ആണോ? ഇത് റോസ്മേരി. ഇത് റോസ്മേരി നമ്മള് തലയിലൂടെ ഉപയോഗിക്കും. റോസ്മേരി വാട്ടർ എന്നൊക്കെ പറയുന്ന ചായ. ആ ഒരു പ്ലാന്റ് ആണിത്. ഏറ്റവും ചെറുത് ഇതാണ്. 50 രൂപയുടെ ഇതാണ്. ഇത് അഗ്ലോണിയമാണോ? പെട്ടതല്ല, വേറെ ഒരു ചെടിയാണ്. കാണാൻ ഇതിന്റെ റേറ്റ് എത്ര? റേറ്റ് 200 രൂപ.